പിന്നെ ചെയ്തത് കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ട് തീർന്നു. 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പറഞ്ഞ പോലെ തന്നെ റിയൽ ആയിട്ട് നടന്ന ഒരു സ്റ്റോറീനെ നമ്മൾ സിനിമാറ്റിക് രൂപത്തിലേക്ക് മാറ്റി. ത്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാതെ അത് യഥാർത്ഥത്തിൽ നടന്ന എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടില്ല. അതിന്റെ ത്രെഡ് മാത്രം നമ്മൾ എടുത്തിട്ട് OTT റിലീസിലേക്ക് വേണ്ടിട്ട്. അതിൽ ഇനി ഒരു ഫൈറ്റും ഒരു സോങ്ങും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പൊ ഫസ്റ്റ് കട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും നമ്മൾ അതിൽ ആഡ്. കാരണം ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ശല്യാണ്. ചാൻസ് ഉണ്ട്. ഡിസ്കഷൻ ഇപ്പൊ ഒരു 6 മാസമായി. ഇപ്പൊ ചേച്ചി കഥ പറഞ്ഞ് പിന്നെ ഓൾറെഡി ഷൂട്ട് നേരത്തെ ഓൺ ഫണ്ടാണ്, ഓൺ പ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ തീരുമാനിക്കാനുള്ള കാരണം? അല്ലല്ല, പെൺകരുത്തിന്റെ കാര്യം മാത്രമൊന്നല്ല. സിനിമ എന്ന് പറയുന്ന വലിയൊരു ഇതില് ഞാൻ ഒന്നുമല്ല. എന്റെ പാഷന്റെ പുറത്ത് ഞാൻ ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും അതെ, തീർച്ചയായും നമുക്ക് അതായത് നീള നമ്പിയാരല്ലേ അറിയുമല്ലോ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കാര്യം പറഞ്ഞതിന് യോജിക്കുന്നു. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ഇന്റർവ്യൂലാണോ അത് എഴുതിയേക്കണാണോന്ന് അറിയില്ല, ഇന്റർവ്യൂവിൽ തോന്നുന്നു, ഞാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് എന്താന്ന് വെച്ചാൽ എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാഞ്ഞിട്ടല്ല. അപ്പൊ നമ്മളെ പ്രൊഡ്യൂസറെ ചോദിക്കുമ്പോൾ അവർ പല കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം എന്റെ വീട്ടുകാരുടെ അനുഭവത്തോടെയാണെന്നാണ് അവര് പറയുന്നത്. അവരുടെ ഫാമിലിയുടെ അനുഭവത്തോടു കൂടിയാണ്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, അവർ റീച്ചിന് വേണ്ടി ചെയ്തേക്കണാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. എല്ലാവരും റീച്ചിന് വേണ്ടി പല കണ്ടന്റും ചെയ്യാറുണ്ട്. അപ്പൊ അവരിപ്പോ പറഞ്ഞിരിക്കുന്നത് എനിക്കിപ്പോ പൈസയായി, അവിടെ എനിക്ക് ഇനിയിപ്പോ അതായത് ഒരു പ്രൊഡ്യൂസറെ പലതും കിട്ടും, ഞാൻ സ്വന്തമായിട്ട് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരത് നേടി വിജയിച്ചു. അല്ല ചേച്ചി അതുകൊണ്ടല്ലോ. അല്ല അങ്ങനെയല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടോ അസിസ്റ്റന്റ് ചെയ്തിട്ടോ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ സമീപിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ഷൻ ടീമാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എന്നോട് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ ഏത് ഡയറക്ടറുടെ കൂടെ പ്രശസ്തര് നിൽക്കുന്ന അവർ പറയുന്ന ഈ ബിസിനസ് വാല്യൂ ഉള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കഥ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതുപോലെ ബിസിനസ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ കുറേ ആർട്ടിസ്റ്റിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രൊഡ്യൂസർ ഉണ്ടോ? പ്രൊഡ്യൂസർ ഉണ്ടാവണമെങ്കിൽ ആദ്യം ഇവരെന്നോട് പറയണം. കഥ കേൾക്കാൻ പോലും തയ്യാറാവാതെ ഫസ്റ്റ് പല ആർട്ടിസ്റ്റുകളും ചോദിച്ചത് പ്രൊഡ്യൂസർ ഉണ്ടോ എന്നാണ്. അപ്പൊ കഥ കേട്ട് അവരിഷ്ടപ്പെട്ടിട്ട് അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ എനിക്കിവിടെ ഒരു പ്രൊഡ്യൂസറെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഒരു വശമാണ്, സിനിമയുടെ ബിസിനസ്സാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ശരിയാണ്, പണം ഇറക്കുന്ന ആൾക്ക് പണം തിരിച്ച് കിട്ടണം, അത് നമ്മൾ 100% ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതല്ലാത്ത രണ്ടാമത്തെ വശം എന്നോട് ചോദിച്ചിട്ടുള്ളത് ഫുള്ളും ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇല്ല, എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ എന്നോട് പറഞ്ഞത്, നീ സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സിനിമ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല. ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അനുപമ മേനോൻ എന്ന് പറയുന്ന ഒരാള് സിനിമയില് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞു, ആ 70mm ഫ്രെയിം ആണല്ലോ തിയേറ്ററിന്റെ അതിൽ വരും. സെൻസർ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ സെൻസർ ബോർഡിങ്ങിൽ ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് എൻ്റെ സിനിമയ്ക്ക് ഉണ്ടാവും. അത് 2022 ഞാൻ നേടിയെടുത്തു. കാരണം അതിനു മുമ്പാണ് എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ ആൾ ആരാന്ന് എന്താന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം പറയും, കാരണം അയാൾ അത്ര ഫേമസ് ആവണ്ട. എന്റെ വായിൽ നിന്ന് വീണിട്ട് അയാൾ ഫേമസ് ആയിരിക്കാം. ഇപ്പൊ എനിക്ക് അയാളെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞൊരു കാര്യം അതാണ്. അപ്പൊ അത് വിട്ടു, ഞാൻ സിനിമ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് പോകണമെങ്കിലും ഒരുപാട് പേരുടെ കൈയും കാലും പിടിച്ച് പോകുന്ന ഒരവസ്ഥ നമ്മൾ ഒരുപാട് നടത്തിക്കാറുണ്ട്. ഇന്ന് സത്യം പറയട്ടെ, ഇന്ന് ഇവർ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ ഞാൻ അഭിലാഷിനോട് ചോദിച്ചില്ല എന്നേ ഉള്ളൂ. April 1 എന്നെ ഫൂളാക്കാനല്ലല്ലോ. എനിക്ക് അല്ല, എന്നെ വിളിച്ചു വരുത്തി ഇവൻ ഫോൺ എടുക്കാതെ ഇരുന്നപ്പോ, April 1 ആണെന്ന് എനിക്കറിയില്ല. 1-ാം തീയതി ഞാൻ ഫോൺ എടുക്കാതെ ഇരുന്നപ്പോ 2 പ്രാവശ്യം വിളിച്ചു, 3 പ്രാവശ്യം വിളിച്ചു. ആലുവ സ്റ്റാൻഡിൽ ഇരുന്നപ്പോ ഒന്ന് ചോദിച്ചു, ചേട്ടാ
നിന്നെ ഫൂളാക്കിയാണോ അപ്പൊ അവൻ തോന്നിയപ്പോ അപ്പോ കാരണം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഇതിപ്പോ ഇപ്പൊ കണ്ടില്ലേ ഞാനൊരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ മറന്നു പോകും. ഇപ്പൊ അനുപമ മേഡം പറഞ്ഞ പോലെ ഇപ്പൊ എന്താ പറയാ, അവസരങ്ങൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇതുകൊണ്ട് ഒരു പടപ്പ വരുന്ന കല്യാണം ചിലപ്പോ ഹിറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, അത് വേറെ റേഞ്ചിലേക്ക്. കല്യാണമല്ല, പിന്നെ 2K kids. 2K kids, കല്യാണം 2K kids. ചേഞ്ച് അപ്പൊ ചെയ്ത ഒരു കാര്യം പേര് പറയട്ടെ, ചേഞ്ച് ചെയ്താണ്. ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ കേട്ടിട്ടുണ്ടോ? ബിരിയാണി ആ. കേട്ടിട്ടുണ്ട്. എത്രയോ അവാർഡുകൾ ഇന്റർനാഷണൽ ഫിലിം അതിന് കുറച്ച് സെക്സി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് പറയും, ഒരു കഷ്ടപ്പാട്, ഒരു കൂട്ടായ്മയുടെ പടം. ആർക്കെങ്കിലും അറിയാമോ? തീർച്ചയായും OTT-ലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ഈ പടം എന്താണെന്ന് പോലും അറിയാണ്ടാണ് ആൾക്കാർ ഇരുന്നപ്പോഴാണ് കുറച്ച് ഭാഗങ്ങള് ചിലവർ കണ്ടു പറയടാ ഇത് മറ്റേ ഇതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ ആ പടം കയറി കണ്ടു. പറഞ്ഞ മനസ്സിൽ പോയിന്റ് മനസ്സിലായി, ആ പടം റീച്ചായി. ഇന്ന് ഈ ബിരിയാണിയുടെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രൊഡ്യൂസർമാരെ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു പടത്തിന്റെ പേര് ഞാനത് ചോദിക്കാൻ വന്നു. ഇനിയുള്ള സിനിമകൾ എടുക്കാൻ പോവാണെങ്കിലും സ്വന്തമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ? ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും ഞങ്ങളൊരു കൂട്ടായ്മയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ല. എന്നെ ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് കാണുന്ന ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ആ ആളുകളെല്ലാവരും ചെറിയ രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇച്ചിരി മെജോറിറ്റി ഞാനായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാനാണ് പ്രൊജക്ട് ഡിസൈൻ ചെയ്ത് ഒരു പ്രൊജക്ടിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ഞാനാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊജക്ട് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവരെ വിളിച്ച് പറയാണ്, അല്ലെങ്കിൽ അഭിലാഷെ, ഇപ്പൊ താങ്കളെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാം, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുക? നമുക്ക് പ്രൊഡ്യൂസർ ഒന്നുമില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. ചേച്ചി എനിക്ക് ഇന്നത് ചെയ്തു തരാൻ പറ്റും, അല്ലെങ്കിൽ അനു എനിക്ക് ഇന്നത് ചെയ്തു തരാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിവിടെ ഓരോ പ്രൊജക്റ്റും. ഇവിടെ എല്ലാം ഫണ്ടല്ല, ചിലത് ചില ആളുകളുടെ ബന്ധങ്ങളാണ്. ഇപ്പൊ അഭിലാഷിന് ചിലപ്പോൾ എനിക്ക് തന്ന് ഫണ്ട് തരാനായിരിക്കില്ല അഭിലാഷിന് സഹായിക്കാൻ പറ്റുക. അഭിലാഷിന് ചെയ്തു തരാൻ പറ്റുന്നത് ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറാമാനാണ്, നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. അപ്പം സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മളിലേക്ക് ഇന്നാവും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ പല പ്രൊജക്ടുകളും. ഫണ്ട് വേണ്ട സ്ഥലത്ത് സഹായിക്കാൻ എല്ലാവരും കൂടെ, ചിലപ്പോൾ 500 രൂപയായിരിക്കാം, ചിലപ്പോൾ 1000 രൂപയായിരിക്കാം, ചിലപ്പോൾ 100 രൂപയായിരിക്കാം. അതാണ് നമ്മുടെ. ഞാൻ ബിഗ് ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ഒരു പ്രൊഡ്യൂസറെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ പ്രൊജക്ട് ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് വന്ന വാഴ പോലെയുള്ള സിനിമകളുണ്ട്. നല്ലൊരു മൂവി ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കുന്ന പോലെ നമ്മളും ചെറിയ രീതിയിൽ വളരെ ചെറിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് റിട്ടേൺ വേണം. സിനിമയുടെ പേരാ പെട്ടെന്ന് ആ പടം ഇഷ്ടപ്പെട്ടോ? എന്റെ പൊന്നഭിലാഷ, നീ അവനെ അങ്ങനെ ഇതാക്കല്ലേ.